നമ്മുടെ 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അല്ലെങ്കിൽ ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെ പോയാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസ്ട്രക്ഷൻസ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ നിങ്ങളൊരു നോട്ട്ബുക്കും ഒരു പെന്നും ഒരു പെൻസിലും ഇൻസ്ട്രുമെന്റ് ബോക്സും ആയിട്ട് സെറ്റ് ആയിട്ടിരുന്ന ഈ വീഡിയോ കണ്ട് അതിന്റെ കൂടെ വരച്ചു നോക്കുക. ഞാൻ മെല്ലെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. സോ ആദ്യം നോക്കിക്കേ, വികർണം 7 സെന്റിമീറ്റർ ആയ ഒരു സമചതുരം വരയ്ക്കുക. ഡയഗണല് 7 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആകെയുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡയഗണല് മാത്രമാണ്. നമ്മൾ ആദ്യം ഒരു സ്കെയിൽ എടുത്ത് വെച്ച് നമ്മളൊരു ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ അങ്ങ് ചെയ്തു വെക്കാം. നോക്കിയേ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഡയഗണൽ 7 ആണ് വേണ്ടത്. 7 സെന്റിമീറ്റർ ഡയഗണൽ വരച്ച് വെക്കാം. സ്കെയിൽ എടുത്ത് കൃത്യമായിട്ട് വരച്ച് വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്ന എന്താണ്? നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത. അതായത് സ്ക്വയറിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും, ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ ഇങ്ങനെ ഡയഗണൽസ് 2 വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരികയും ചെയ്യും. ഈ കഷ്ണങ്ങളൊക്കെ ഈക്വൽ ആയിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. അത് ലംബ സമഭാജികളായിട്ടാണ് ഡയഗണൽസ് വികരണങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയഗണലും 7 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, ലംബമായിട്ടാണ് വരിക എന്ന് മനസ്സിലാവും. സോ നമ്മൾ എങ്ങനെയാണ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്? നമ്മൾ കോമ്പസിനെ എടുത്ത് ലൈനിന്റെ ഒരു അറ്റത്ത് വെക്കുന്നു. എന്നിട്ട് മോർ ദാൻ ഹാഫ് അല്ലെ, ലൈൻ എത്രയുണ്ടോ അതിനെ പകുതിയിലധികം നീളത്തിൽ നമ്മൾ കോമ്പസ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ആർക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു ആർക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതേ സാധനം നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് അതേ അളവിൽ താഴെയും ഒരു ആർക്ക് ഇട്ട് കൊടുക്കണം അല്ലെ. ഇവിടെയും ഒരു ആർക്ക് ഇടുന്നു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചതാ ഇവിടെ കൊണ്ടുവച്ചിട്ട് അതേ ലെങ്ത്തിൽ മേലേക്കൊരു ആർക്ക് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് ഇടുന്നു. ഓക്കെ, ഇനി താഴേക്കും അതേപോലെ കൊണ്ടുവന്ന് താഴേക്ക് അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ആർക്ക് ഇടുന്നു. ഓക്കെ, ഈ ആർക്കുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഞാൻ ഈ ആർക്കിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റുകളെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും അല്ലെ. നോക്കി, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും മക്കളെ? ഇത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 7 സെന്റിമീറ്റർ ആയിരിക്കും. അതെങ്ങനെയാണ്? ബൈസെക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.5. നമ്മൾ വീണ്ടും നമ്മുടെ സ്കെയിലിനെ എടുത്ത് ഇതൊന്ന് അളക്കുകയാണേ. ഇതൊന്ന് അളക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, 3.5 വരുന്ന രീതിയിൽ നമുക്ക് ഇതിന് ആശാന കിട്ടണം. സോ ഇവിടെ ഞാൻ വെച്ചു 3.5 നടുക്ക് വരണം അല്ലെ. 3.5 നടുക്ക് വരണം. ഇങ്ങനെ വരും. നോക്കിയേ, എവിടെയാണ് കറക്റ്റ് വരേണ്ടത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. നോക്കി, ഇവിടെയാണ് വരേണ്ടത് ലെങ്ത്. ഇവിടെയാണ് 7 വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്വയർ കിട്ടും. ഓക്കെ, റെഡി? ഈ പോയിന്റും നമ്മുടെ ഈ പോയിന്റും ജോയിൻ ചെയ്യാം. ഈ പോയിന്റും ഇതിനെ ജോയിൻ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ 7 സെന്റിമീറ്റർ വികർണം വരുന്ന സമചതുരം. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അടുത്തത് വികർണം 7 സെന്റിമീറ്റർ ആയിട്ടുള്ള ചതുരം വരയ്ക്കുക, റെക്ടാങ്കിൾ വരയ്ക്കുക. റെക്ടാങ്കിളിന്റെ കേസ് കുറച്ചും കൂടെ രസമുള്ള കേസാണ്. ഇതിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആകെ അറിയാവുന്ന കാര്യം വികർണം 7 സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? വികർണം 7 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, വികർണം നമ്മളിതാ 7 സെന്റിമീറ്റർ വരച്ച് നമ്മൾ അങ്ങ് മാറി നിൽക്കുവാണ്. ഇവിടെ റെക്ടാങ്കിളിന്റെ കേസിൽ നമുക്ക് 4 ആംഗിളുകളും 90 ഡിഗ്രി ആയിട്ടാണ് വരേണ്ടത്. ഇങ്ങനെയാണ് ഡയഗണൽ പോവുക അല്ലെ. അപ്പൊ ആ ഡയഗണലാണ് നമ്മൾ ഇവിടെ വരച്ചത്. സോ ഈ ഡയഗണലിന് ചുറ്റും വരേണ്ട ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തതാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. പ്രൊട്രാക്ടർ എടുത്ത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ആംഗിൾ വരയ്ക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മൂലയിലും
രണ്ട് സൈഡിലും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടുന്ന രണ്ട് ആംഗിൾ വരയ്ക്കുക. 30ഉം 60ഉം വരയ്ക്കാം, 45ഉം 45 വരയ്ക്കാം, അല്ലെങ്കിൽ 40ഉം 50ഉം വരയ്ക്കാം. അങ്ങനെ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 50. അതായത് ഈ രണ്ട് സൈഡിലുള്ള ആംഗിളുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ രണ്ട് ആംഗിൾ വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ 30 ഡിഗ്രി എടുക്കാനാണ് വിചാരിക്കുന്നത്. നോക്കിക്കേ, ഞാൻ ഇവിടുന്ന് ഒരു 30 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ക്ലിയർ? 30 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, കണ്ടോ? 30 ഡിഗ്രി ആയി. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പുറത്തെ മൂലയിൽ ഞാനൊരു 60 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. എന്താ ചെയ്യുന്ന മക്കളെ? 60 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണമെന്നാ പറഞ്ഞത്? 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ അല്ലെ? 60 ഡിഗ്രി ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? 60 ഡിഗ്രി. യെസ്, കണ്ടോ? ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു 90 ഡിഗ്രി നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. നമുക്കൊരു 90 ഡിഗ്രി ഇവിടെ കിട്ടി. മനസ്സിലായോ? ഇവിടെ ഒരു 90 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മളിപ്പോൾ എത്രയാണ് വരച്ചത്? ഓൾറെഡി നമ്മൾ 30 എടുത്തു, ഇവിടെ നമ്മൾ 60 എടുത്തു. ഇനി ചെയ്യേണ്ടത്, ഇവിടുന്ന് താഴേക്ക് നമ്മൾ 60 എടുക്കുക, ഇവിടെ നമ്മൾ 30 എടുക്കുക. ഓൾ റൈറ്റ്. സോ വീണ്ടും നമുക്ക് പ്രൊട്രാക്ടറിനെ എടുക്കുന്നു. പ്രൊട്രാക്ടർ നമ്മൾ തിരിച്ച് തല കുത്തനെ വെക്കുന്നു അല്ലേ? എന്നിട്ട് വേണം അളക്കാൻ. ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. പ്രൊട്രാക്ടർ ഒന്ന് മാറിപ്പോകുകയൊന്നും ചെയ്യരുത്. നമ്മൾ എടുക്കേണ്ട എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്, കണ്ടോ? നമ്മുടെ സമചതുരമല്ല, ചതുരം, റെക്ടാങ്കിൾ കണ്ടോ? ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇവിടെ നമ്മൾ എത്ര എടുത്തു? ഇവിടെ നമ്മൾ 60 ഡിഗ്രി എടുത്തു, ഇവിടെ നമ്മൾ 30 ഡിഗ്രി എടുത്തു. ഇത് എത്ര ലെങ്ത് ഉണ്ട്? 7 സെന്റിമീറ്റർ ഉണ്ട്. സോ വികർണം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചതുരം വരയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? നോക്കിക്കേ, വികർണം വരച്ചു. ഒരു സൈഡിൽ 30, ഒരു സൈഡിൽ 60. അത് 45 വേണേൽ എടുക്കാം, 40ഉം 50ഉം വേണേൽ എടുക്കാം. സമ്മ 90 ആയാൽ മതി. ഇനി ഇവിടെ എന്താണോ എടുക്കുന്നത് അത് ഇപ്പുറ സൈഡിലാണ് താഴെ വരേണ്ടത്. ഇവിടെ എടുക്കുന്ന വാല്യൂ ഇവിടെ താഴെയാണ് വരേണ്ടത്. ഓർത്തിരിക്കുക, അപ്പോഴേ 90 ഡിഗ്രി കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. സിമ്പിൾ അല്ലേ? യെസ്. ഇനി അടുത്ത് നോക്കിക്കേ, ഒരു വശം 5 സെന്റിമീറ്ററും വികർണം 6 സെന്റിമീറ്ററും ആയ ചതുരം വരയ്ക്കുക. ഇവിടെ എന്താ കേസ് വന്നിരിക്കുന്നത്? ഒരു വശം കൂടെ തന്നിട്ടുണ്ട് അല്ലെ? 5 സെന്റിമീറ്റർ ആണ് വശം എന്ന് തന്നിട്ടുണ്ട്, വികർണം 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സ്കെയിൽ എടുത്ത് നമ്മുടെ ആരെ വരയ്ക്കണു? നമുക്ക് നമ്മുടെ വികർണത്തെ വരയ്ക്കാം. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നോക്കിക്കേ, റെക്ടാങ്കിൾ എങ്ങനെയാ വരിക? റെക്ടാങ്കിൾ ഇങ്ങനെ ഡയഗണൽ വരുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് വരുന്നത് 5 സെന്റിമീറ്റർ ആണ്. എടാ, നമുക്കിവിടെ എന്ത് ചെയ്യാന്നറിയോ? നമുക്കിവിടെ ആദ്യം ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇല്ലേ, മട്ടത്രികോണം, അതങ്ങ് വരച്ചേക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് വികരണം മാത്രം തരുമ്പോൾ നമ്മൾ ആംഗിൾ വെച്ച് വരച്ചിരുന്നു. പക്ഷെ ഇവിടെ 5ഉം കൂടെ തന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ട്രയാങ്കിൾ, താഴെയുള്ള ട്രയാങ്കിൾ മാത്രം ഉണ്ടാക്കിയിട്ട് 4ാമത്തെ പോയിന്റ് പിന്നെ കണ്ടുപിടിക്കാം. ഓൾ റൈറ്റ്. അതെങ്ങനെയാ നോക്കിക്കേ. ഇവിടെ ഞാൻ 5 സെന്റിമീറ്റർ ആണ് താഴെ വരയ്ക്കേണ്ടത് അല്ലേ? 5 സെന്റിമീറ്റർ ഞാൻ വരയ്ക്കുന്നു. 5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി എനിക്ക് വേണ്ടത്, ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയിട്ട് 6 സെന്റിമീറ്റർ മേലേക്ക് വരയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 90 ഡിഗ്രി ഇവിടെ ഉണ്ടാക്കിയെടുത്തൂടെ? ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 90 ഡിഗ്രി ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇങ്ങനെയൊരു വര ഞാനിവിടെ വരച്ചു വെക്കുന്നു. ഓക്കെ, ഇപ്പം എന്തായി? എനിക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി ഉള്ള ആംഗിൾ കിട്ടി. ഇനി എനിക്ക് വേണ്ടത്, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര മക്കളെ വേണ്ടത്? 6 സെന്റിമീറ്ററാണ് വേണ്ടത്. അത് എടുക്കുന്നത് എങ്ങനെയായിരിക്കും നല്ലത്? കോമ്പസിൽ എടുക്കാം നമുക്ക് അല്ലേ? സോ നമ്മൾ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്ത് നമ്മൾ സ്കെയിലിൽ കറക്റ്റ് 6 സെന്റിമീറ്റർ അളവെടുക്കുന്നു. ഓക്കെ, കറക്റ്റ് നമ്മൾ എത്ര എടുക്കുന്നത്? 6 സെന്റിമീറ്റർ അളവെടുക്കുന്നു. 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഇതിവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ മേലോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. അതാണ് നമ്മുടെ ജോയിനിങ് പോയിന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു വര വരയ്ക്കാം. ഇപ്പം നമ്മുടെ താഴെയുള്ള ട്രയാങ്കിൾ കറക്റ്റായിട്ട് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക്
ഇവിടെയുള്ള നാലാമത്തെ പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന കേസ് എന്താ, ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വരിക, ഈ ലെങ്ത് തന്നെയാണ് ഇവിടെയും വരിക. കോമ്പസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? നോക്കിക്കേ, കോമ്പസിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ബേസ് അളന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഞാനിതൊന്ന് തിരിക്കുകയാണ്. കോമ്പസ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഇവിടെ ഒരു ആർക്ക് വരച്ചിടാം. ഇവിടെ ഒരു ആർക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കാം. ഇനിയോ ഇത് അളവ് മാറിപ്പോയോ? ഇത് അളവ് മാറിപ്പോയി അല്ലേ. ഒന്നുകൂടെ കറക്റ്റായിട്ട് ലെങ്ത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ആർക്ക് വരച്ചു. ഇനിയോ ഇവിടുന്ന് മേലേക്കുള്ള ലെങ്ത്, ഇവിടുന്ന് ഈ മേലേക്കുള്ള ലെങ്ത്, ഈ ലെങ്ത് ഇത് കറക്റ്റായിട്ട് എടുക്കുക. അതേപോലെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. കണ്ടോ, ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ഈ പോയിന്റുകൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെക്ടാങ്കിളായി. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പ്രത്യേകത, അതായത് ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും. വികരണം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 തരത്തിലാണ് നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നത്. ഒന്ന് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ വികരണം മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിലും വരുന്ന ആംഗിളുകളുടെ സം എത്രയാക്കി എടുക്കുക, 90 ഡിഗ്രി ആക്കി എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തിട്ട് പിന്നെ 4ാമത്തെ പോയിന്റ് നമുക്ക് കോമ്പസ് വെച്ച് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, 2 മെത്തേഡുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കോൺ 30 ഡിഗ്രിയും വശം 5 സെന്റിമീറ്ററുമുള്ള സമഭുജ സാമാന്തരികം വരയ്ക്കുക. റോംബസ് ഒരു സൈഡ് 5 സെന്റിമീറ്റർ. എടാ, റോംബസിന്റെ സൈഡുകളുടെ പ്രത്യേകത എന്താ? എല്ലാം ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റോംബസ് വരയ്ക്കണം. ഒരു ആംഗിൾ നമുക്ക് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം കിട്ടിയ പരിപാടികൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നിട്ടുള്ളത് 5 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്നുള്ളൊരു കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. അപ്പൊ 5 സെന്റിമീറ്റർ വരച്ച് നമുക്കൊന്ന് മാറിയിരിക്കാം. ഇനിയോ 30 ഡിഗ്രിയാണ് ഒരു ആംഗിൾ. അപ്പൊ നമുക്കൊരു പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ ഒരു 30 ഡിഗ്രി വരച്ച് വെച്ചേക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുന്നു. 30 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, 30 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ആയില്ല. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, ഇപ്പൊ 30 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് 5 സെന്റിമീറ്റർ ആണ്. റോംബസ് ആയതുകൊണ്ട് എല്ലാ വശങ്ങളും എത്ര തന്നെയായിരിക്കണം? 5 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മുടെ കോമ്പസിനെ എടുത്ത്, കോമ്പസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളല്ലേ. സോ ഇവിടുന്ന് കോമ്പസിന്റെ നമ്മൾ എത്ര എടുക്കണം? ഇവിടുന്ന് 5 സെന്റിമീറ്റർ കറക്റ്റ് മാർക്ക് ചെയ്യാം. മാറിപ്പോവരുത്. 5 സെന്റിമീറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇദ്ദേഹത്തെ ഒന്ന് മേലോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പൊ ഇവിടെ നിന്നായിരിക്കും അടുത്ത സെന്റിമീറ്റർ വരേണ്ടത്. അപ്പൊ ഇവിടുന്ന് വീണ്ടും ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അടുത്ത ആളെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങോട്ടും നമുക്ക് എത്ര വേണം? 5 സെന്റിമീറ്റർ വേണം അല്ലേ. അപ്പൊ ഇവിടെയും കൂടെ ഒരു ആർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അളവ് മാറിയോ? അളവ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ തെറ്റും. ഇല്ല, അളവ് മാറിയിട്ടില്ല. സോ ഇവിടുന്ന് ഈ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കി, സോ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഒരു പോയിന്റും ഒരു ലൈനും, അതുപോലെ നമുക്കിത് ഇവിടുന്ന് കറക്റ്റ് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഒരു ലൈനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റോംബസായി. ഈ റോംബസിന്റെ പ്രത്യേകത എന്താ മക്കളെ? സൈഡുകൾ 5 സെന്റിമീറ്റർ ആണ് ലെങ്ത് വരിക. ഒരു ആംഗിൾ 30 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റോംബസ് ഇങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഒരു തരം കൂടി ഉണ്ട്, അതായത് 2 വികരണം തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച സ്ക്വയർ പഠിച്ച പോലെ തന്നെയാണ് റോംബസിന്റെ കേസിലും. അതായത് നമുക്കിപ്പം ഡയഗണൽസ് തരികയാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലംബ സമഭാജികളായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈക്വലും ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ല, പക്ഷെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പം എ സിയും ബി ഡിയും ഡയഗണൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് റോംബസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. സോ ഒന്ന് 7ഉം ഒന്ന് 6ഉം ആണ്. സോ ഫസ്റ്റ് നമുക്കൊരു 7 വരച്ചു നോക്കാം അല്ലെ. നമ്മൾ ആദ്യം സ്കെയിൽ എടുത്ത് ഒരു 7 വരച്ചു നോക്കുന്നു. 7 ലെങ്ത് ഉള്ള ഒരു ഡയഗണൽ നമ്മൾ വരച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് 6 ലെങ്ത് ഉള്ള ഒരു ഡയഗണൽ വരയ്ക്കണം. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? കോമ്പസ് എടുക്കുന്നു, പകുതിയിലധികം ലെങ്ത്തിൽ മേലെയും താഴെയും മാർക്കുകൾ മാർക്ക് ചെയ്യുന്നു. സിമ്പിളായിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി മേലൊരു ആർക്കിടുക, അതേപോലെ താഴെയും വന്നിട്ട് ഒരു ആർക്കിടുക. താഴെ ഒരു ആർക്കിടുക. ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ആർക്കിടുക,
അതേപോലെ താഴേക്ക് വന്നിട്ട് അവിടെ ഒരു ആർക്ക് ഇടുക. ഓക്കെ, ഇനി നമുക്ക് കോമ്പസിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ പോയിന്റിനൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. പിന്നെ അത് എന്താക്കിയാൽ മതി? 6 സെന്റിമീറ്റർ ലെങ്ത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് 6 സെന്റിമീറ്ററിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെയും താഴെ എത്ര വേണം? 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലായിരിക്കും വരിക. ശരിയല്ലേ? 3 സെന്റിമീറ്റർ ആവണം. അപ്പം നടുക്ക് 3 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ കറക്റ്റ് ആംഗിളിലൊക്കെ സ്കെയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, സോ ഇവിടുന്ന് ഇതാ ഇവിടെ ഒരു മാർക്ക് വരുന്നു, ഇവിടെ ഒരു മാർക്ക് വരുന്നു. നമ്മൾ സ്കെയിലിനൊന്ന് മാറ്റി വെക്കുക, ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. വെരി സിമ്പിൾ. ഇതാണ് നമ്മുടെ റോംബസ്. എടാ ഇതിൽ എന്താ വ്യത്യാസം? സമചതുരവും സ്ക്വയറുമായിട്ട് റോംബസ് എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നത്? സ്ക്വയറിനാണെങ്കിൽ 2 ഡയഗണൽസും ഈക്വൽ ലെങ്ത്തിലായിരുന്നു, പക്ഷെ ഇവിടെ 2 ഡയഗണൽസിൽ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്, ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം ആണ്. സോ മക്കളെ, ഇത്രയും കൺസ്ട്രക്ഷൻസ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് കൺസ്ട്രക്ഷൻ എന്നുള്ള ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി മിടുക്കന്മാരായിട്ട് വരാം.